സ്നേഹ വരുന്നില്ലടാ ഓഫീസിൽ പോയി? ഇല്ല, ഞാനിന്ന് ലീവ് വിളിച്ചു പറഞ്ഞു. എന്താ പറ്റി? മനസ്സിനൊരു സമാധാനമില്ല. എടോ, നമ്മൾ IT പ്രൊഫഷണൽസിനുള്ളയാടോ ഇതൊക്കെ, ഈ ടെൻഷനും പ്രഷറും ഒക്കെ. താനൊന്ന് വന്നേ. എനിക്ക് മനസ്സിൽ ഈ ടെൻഷൻ വെച്ചിട്ട് വന്നു കഴിഞ്ഞാലും വർക്കൊന്നും ശരിയാകത്തില്ല. ഇപ്പൊ എന്തുവാ തന്റെ പ്രശ്നം? വാട്ട് ഹാപ്പൻഡ്? അമ്മ വിളിച്ചായിരുന്നു. അപ്പം അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഭയങ്കര വഴക്ക്. അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പച്ചിയുടെ വീട്ടിലെങ്ങാണ്ട് പോയി നിൽക്കുക. സത്യം പറയാലോ, തൻ്റെ ഫാദറിൻ്റെ അടുത്ത് തൻ്റെ അമ്മയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എനിക്കൊന്നും അങ്ങോട്ട് വരാനേ പറ്റത്തില്ല. വൃത്തിയില്ല, ഒരു നീറ്റല്ല പുള്ളി. സത്യം പറഞ്ഞ ഒരു എന്താ പറയുക, ലൈക്ക് ഒരു മൂശാട്ട സ്വഭാവമാണ്. അത് ശരിയാ. എന്നാലും അമ്മ പോയി അപ്പച്ചിയുടെ വീട്ടിലൊക്കെ നിൽക്കാന്ന് വെച്ചാൽ 2 ദിവസമൊക്കെ ഓക്കെ ആയിരിക്കും. പിന്നെ അവരുടെ കുത്തുവാക്ക് കേൾക്കണം. ഇത് ചെയ്യാനാ? ഡു വൺ തിങ്, ഞാൻ പറയുന്ന കേൾക്ക്. എടോ, തൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മയെ നടത്താതിരിക്കുന്നതാണ് നല്ലത്. ഈ വയസ്സാം കാലത്തെ അവരൊന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. അമ്മയോട് ഇവിടെ വന്ന് നിൽക്കാൻ പറ. നമ്മുടെ പ്രൈവസി ഒക്കെ. എന്ത് പ്രൈവസി? നമ്മൾ 2 പേരല്ലേ ഉള്ളു. നമുക്ക് ബേബീസ് ഒന്നും ആയിട്ടില്ലല്ലോ, പിന്നെന്താ കുഴപ്പം? എങ്കിൽ ഞാൻ വിളിക്കാനോ? ഞാൻ ഓഫീസിൽ നിന്ന് നേരിട്ട് അങ്ങോട്ടേയല്ല, അമ്മയുടെ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കാൻ പറ. ശരി, ഓക്കെ. താൻ ഹാപ്പി ആയിട്ടിരി. അമ്മേ മാറിക്കോട്ടെ. ഞാൻ പറഞ്ഞതല്ലേ ചെറുക്കനെ വിടണ്ട, വിളിക്കണ്ട, എടുക്കണ്ടെന്നൊക്കെ. ഇപ്പൊ അവനൊരു ബുദ്ധിമുട്ടായില്ലേ? അവൻ ഓഫീസും കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് വരണം. നിനക്ക് എന്തുവാ മോളെ? പിന്നെ അമ്മയ്ക്ക് എന്തുവാ അപ്പച്ചിയുടെ വീട്ടിൽ തന്നെ നിൽക്കണോ? അപ്പച്ചിയുടെ വീട്ടിൽ നിന്നാ എന്തോ കുഴപ്പം? ഞങ്ങൾ കുടുംബക്കാരല്ലയോ? കുടുംബക്കാരാകുമ്പോ അങ്ങനെയൊക്കെയാ. അത് മാത്രല്ല, 2 ദിവസം കഴിയുമ്പോ അവിടെ ആണെങ്കിൽ നിന്റെ അച്ഛൻ വന്ന് വിളിച്ചോണ്ട് അങ്ങ് പോയേനെ എന്നെ. ഇതിപ്പോ ഇങ്ങോട്ടാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വരത്തുമില്ല. എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ആകുമ്പോൾ നല്ല സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അമ്മ ഇവിടെ നിൽക്കുക, ഞങ്ങൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അതല്ല മക്കളെ, നിങ്ങൾ 2 പേരും ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് നിങ്ങളുടെ ഇടയ്ക്ക് അമ്മയ്ക്കത്. അമ്മേ, എനിക്കാണെങ്കിൽ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അമ്മ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സ്നേഹം കിട്ടും അമ്മയുടെ. എനിക്കത് മതിയല്ലോ. അതെ, എൻ്റെ പണിയും കുറയുമല്ലേ. അവക്കതാ. ഇവിടെ ഇപ്പൊ വിളക്കൊക്കെ കൊളുത്താറുണ്ടോ? പിന്നെ വിളക്കൊക്കെ അവൾ കൊളുത്താറുണ്ട്. പക്ഷെ വിളക്കമ്മയൊന്ന് കാണണം. ഫുള്ള് കരിയ, ഒന്ന് തേച്ച് കഴിവത്ത് പോലും ഇല്ല. ആ വിളക്ക് കത്തിക്കുന്ന സ്ഥലമൊന്നും തൂക്കത്തും ഇല്ല. കൊണ്ടുവെക്കുക, കത്തിക്കുക, ഒന്ന് തൊഴുക, പോവുക, അത്രേ ഉള്ളൂ. എൻ്റെ അമ്മ, ഞാൻ ഈ ജോലിയും കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് വന്ന് കത്തിക്കുന്നത്. എനിക്ക് പുള്ളിക്കാരൻ്റെ അത്ര വൃത്തിക്കൊന്നും പറ്റത്തൊന്നുമില്ല. മോന്റെ വൃത്തി ഇപ്പോഴും ഉണ്ടോ? മാറ്റമൊന്നും ഇല്ലേ? ആ, ഇച്ചിരി കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അത് ഞാൻ ശീലിച്ചതാ വേണ്ടേ. ഇപ്പം എന്തോ ചെയ്യാനാ? എന്തായാലും ഞാനിവിടെ നിൽക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ അച്ഛൻ വന്ന് വിളിച്ചാൽ ഞാൻ അങ്ങ് പോവും. എനിക്ക് അങ്ങനെയില്ലാതെ പറ്റത്തില്ല, എത്ര വഴക്കുണ്ടാക്കിയാലും. അച്ഛൻ വന്നു കഴിയുമ്പോഴല്ലേ, അത് കുഴപ്പമില്ല. അത് നമുക്ക് അപ്പം നോക്കാം. ഇപ്പം അമ്മ റൂമിലോട്ട് ഇല്ല, ഞാൻ പെട്ടി എടുത്തോണ്ട് വരാം. എടി, അമ്മയ്ക്ക് റൂം കാണിച്ചു കൊടുക്കാം. ആ, ബാ. ഡാ, അമ്മ ഇവിടെ നിൽക്കുമ്പോഴേ നമുക്ക് നല്ല ആശ്വാസമില്ലേ? എന്തായാലും നിന്നെക്കാട്ടി മെനയായിട്ട് ഓരോ കാര്യങ്ങളും അമ്മ ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്മ ഇവിടെ നിൽക്കത്തില്ലെന്നേ. അച്ഛൻ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ പോവും. അമ്മ പോകാതിരിക്കാൻ എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അതെന്താ? നമുക്കേ കുഞ്ഞുങ്ങളുടെ പരിപാടി നോക്കിയാലോ? മോനെ 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 സഞ്ജു എണ്ണീറ്റേ. ആ മോനെ, പരിപാടി എന്തായി? എന്താ പരിപാടി? പരിപാടി ഇല്ലേ ഇന്നലെ അവളോട് പറഞ്ഞത്, കൊച്ചുങ്ങളുടെ പരിപാടി, അതെന്തായി? ഇങ്ങോട്ട് നോക്കി. ഇതേ കുഞ്ഞുങ്ങളെ ഒന്നും അല്ല, ഇതിനൊക്കെ കുറച്ച് രീതികളും കാര്യങ്ങളും ഉണ്ട്. ഞാൻ പോയി നല്ലൊരു ജോത്സ്യനെ കണ്ട് മുഹൂർത്തം എടുപ്പിച്ച് ബ്രാഹ്മ മുഹൂർത്തത്തിൽ നോക്കിയാൽ മതി കുഞ്ഞുങ്ങൾക്ക്, കേട്ടോ? ഇങ്ങോട്ട് നോക്കാൻ. നിങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമില്ലായിരിക്കും, നിങ്ങൾ വലിയ ഐറ്റിക്കാരായിരിക്കും. പക്ഷെ ഇതിലൊക്കെ ഒരു ശാസ്ത്രമുണ്ട്, അതാദ്യം മനസ്സിലാക്കണം. മോനെ, ഇന്നത്തെ തലമുറയാണ് നാളത്തെ ഭാവി, കേട്ടോ? ആ പിന്നെ മോനെ നോക്കിയാട്ടെ, അമ്മേ ഒരു നെയ്യ് കൊണ്ടുതരാം. എന്തോത്തിനാ? പൂജിച്ച നെയ്യ, അതും കഴിച്ചിട്ട് മതി പരിപാടി നോക്കുന്നതൊക്കെ, കേട്ടോ? എന്നാലേ ആരോഗ്യവും ബുദ്ധിയും ആയുസ്സും ഒക്കെ ഉള്ളൊരു കൊച്ചുണ്ടാവത്തുള്ളൂ. ഇന്ത്യയൊക്കെ ശാസ്ത്രം അങ്ങനെ. അമ്മയോട് ഇതാരാ പറഞ്ഞേ? അവള് പറഞ്ഞു നിങ്ങൾ കൊച്ചുങ്ങൾക്കുള്ള പരിപാടി നോക്കാൻ തുടങ്ങിയെന്ന്. അമ്മ സമയം പറയും, എന്നിട്ട് മതി കാര്യങ്ങളൊക്കെ, കേട്ടോ?
തിരക്കിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ പിള്ളേരുടെ കാര്യം. എന്തൊരു നാണക്കേട്, ഇവരെന്തിനാ അമ്മയോട് പറഞ്ഞേ? സ്നേഹേ, ഇന്നലെ രാത്രി ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം അമ്മയോട് താൻ പറഞ്ഞായിരുന്നോ? ഇത് അമ്മയോട് പറയേണ്ട കാര്യമാണോ ഇത്? അമ്മ രാവിലെ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി കേട്ടോ. അതിനിപ്പോൾ ഇത്ര തൊലി ഉരിയാനായിട്ട് എന്താ? നമ്മുടെ അമ്മയല്ലേ. എടി, കാര്യമൊക്കെ ശരിയാ, നമ്മുടെ അമ്മയൊക്കെയാണ്. നിന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അഭിപ്രായം അമ്മയാണോ പറയുന്നത് എന്നോട്? നാണക്കേടാ. അതേ കൊച്ചിലെ മൂലം അമ്മയോട് പറഞ്ഞ് ശീലിച്ചു പോയതാ എന്ന് പറഞ്ഞ് ഇതൊക്കെയാണോ പറയുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അമ്മ അറിയരുത്. മോശം അതൊക്കെ. നമ്മുടെ ഇടയ്ക്ക് ഇരിക്കണം. അത് ഇനി പറയത്തില്ല പോരെ? ഇനി പറയല്ലേ? മോളെ, നീ ഇന്ന് പോകുന്നില്ലേ? നീ റെഡി ആയിട്ടിരിക്കുക. ഇത് ആപ്പിളും ചെത്തിക്കൊണ്ടിരിക്കുന്നത് എന്തോ? പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ എല്ലാം കഴിച്ചോ? രാവിലെ സ്മൂത്തി, രാവിലെ സ്മൂത്തി, ഉച്ചയ്ക്ക് ആപ്പിള്, രാത്രിയിൽ എന്തുവാ? ഓട്സ്. അപ്പൊ ഇവിടെ ആഹാരമൊന്നും ഇല്ലേ? വെപ്പും കുടിയൊന്നും ഇല്ലേ? ഇല്ല അമ്മേ, ഞങ്ങൾ ഇതൊക്കെയാ കഴിക്കാറ്. എന്റെ പൊന്നു പെണ്ണെ, കൊച്ചുങ്ങൾക്കുള്ള പരിപാടി നോക്കാനിരിക്കുമല്ലോ നിങ്ങള്. അപ്പൊ നിങ്ങൾ ഇത് കഴിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒടിഞ്ഞു കൂടി താഴെ വീഴുമെന്ന്. ദൈവമേ, ഈ ചർച്ച കഴിഞ്ഞില്ല ഇതുവരെ. ഒന്നും സാരമില്ല അമ്മേ, ഇതൊക്കെ ഫ്രൂട്ട്സ് അല്ലേ, ഇതൊക്കെ പ്രോട്ടീൻ റിച്ചാ, നല്ല ഹെൽത്തിയാ. എന്തേലും ചെയ്യും. എനിക്കിതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ വയ്യ. പെൺപിള്ളേര് പട്ടിണി കിടക്കുന്നു. എന്തുവായിരുന്നു അമ്മേ നീ ഇവിടെ അകത്ത്? ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ടാ. ഫുഡിന്റെ കാര്യം തന്നെയാണോ? ആടോ. പിന്നെ ഞാൻ റീജിയണൽ ഓഫീസിൽ കയറിയിട്ടേ വരത്തുള്ളൂ. തന്നെ ഞാൻ സ്റ്റാൻഡിൽ വിടാം. അതെന്താ? എന്താ, എൻ്റെ ബോസ് ഇല്ലേ ഉണ്ണി, അവൻ എനിക്ക് 8ന്റെ പണി വന്നിട്ടാ പോയത്. എന്ത് പണിയാ? എടി, കഴിഞ്ഞ ദിവസം 7 ക്ലയൻറ്റ് എൻ്റെ ഓഫീസിൽ വന്ന് 7 പേരെ അറ്റാക്ക് ചെയ്ത് അവൻ കൊണ്ടുപോയി. അത് ഞാൻ ഓഫീസിൽ ഇൻഫോം ചെയ്യണ്ടേ? കൊള്ളാം. വിശ്വാസവഞ്ചനയാണ് അവൻ കാണിച്ച, സത്യം പറഞ്ഞ എൻ്റെ അടുത്ത്. അത് മാത്രമല്ല, അവൻ ലേഡീസിൻ്റെ അടുത്ത് അവമര്യാദയായിട്ടാണ് പെരുമാറുന്നതെന്ന് 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനും അവനെപ്പറ്റി കുറേ കംപ്ലൈൻറ്റ് കേട്ടായിരുന്നു, പക്ഷെ അത്രയ്ക്ക് വിശ്വസിച്ചില്ല കേട്ടോ. എന്തായാലും നല്ല പണി എനിക്ക് കിട്ടിയത്. നിങ്ങളും അവനും ഭയങ്കര കമ്പനി അല്ലായിരുന്നോ? കമ്പനിയൊക്കെ ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് ഞാൻ നടത്തുന്നത്. നീ ഒന്ന് സൂക്ഷിച്ചു ബാ. എന്തായാലും എന്ത് മോനെ? അമ്മ, ഞാൻ സഞ്ജുവിൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അവൻ എന്ത് ചെയ്യാന്ന് വിളിക്കാം? സഞ്ജുമോൻ കുളിക്കുക. ഇപ്പം ഞായറാഴ്ച അല്ലയോ, അതുകൊണ്ട് മോൾ അമ്പലത്തിൽ പോയി. മോൻ കുളിക്കുവാന്ന് തോന്നുന്നു. കുളിക്കുക. എന്തേലും പറയാനുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറയാം. അല്ല അമ്മ, അവൻ്റെ കുറച്ച് ഫയൽ ഇരിപ്പുണ്ട് എൻ്റെ, അതൊന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നു. ഓ, മോൻ സഞ്ജുമോൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണോ? മോൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് മുകുന്ദൻ. നല്ല പേര്. മോനെ, നിങ്ങളുടെ ഓഫീസിലെ എല്ലാവരെയും ഒന്നും വിശ്വസിക്കരുത് കേട്ടോ. കാരണം വിശ്വസിക്കേണ്ടാത്തവരെ അകറ്റി നിർത്തുക. ഞാനൊന്നും വെച്ചോണ്ട് പറയുന്നതല്ല, മോനോടായോണ്ട് പറയാം. നിങ്ങളുടെ ഓഫീസിൽ ഉണ്ണി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാ. എൻ്റെ സഞ്ജു മോൻ്റെ 7 ക്ലയൻസിനെയാണ് അവൻ അടിച്ചെടുത്തത്. 8ന്റെ പണി അവൻ എൻ്റെ സഞ്ജുമോന് കൊടുത്തു. അത് മാത്രമല്ല, എൻ്റെ മോളെ, ഇവിടുത്തെ കൊച്ചില്ലേ, എൻ്റെ മോളെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. കയറി പിടിക്കാനൊക്കെ വന്നതില്ലയോ ഉണ്ണിയാ? എൻ്റെ കൊച്ചിൻ്റെ മനധൈര്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. ഓ എൻ്റെ പൊന്നടാ, വിശ്വസിക്കരുത്. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവനവൻ. അവൻ പുറമേ ചിരിച്ച് കാണിക്കും, പക്ഷെ അവൻ്റെ ഉള്ളിൽ മൊത്തം വിഷവാ. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. മോൻ്റെ വീട്ടിലൊന്നും കയറ്റല്ലേ. എൻ്റെ മരുമോന് സത്യം പറഞ്ഞ ആളെ ഇഷ്ടമൊന്നുമല്ല, വെറുപ്പാ. അവൻ പുറമേയൊക്കെ ചിരിച്ച് കാണിക്കും, പക്ഷെ ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത്. അതുപോലെ മോനും അങ്ങ് നിന്നാൽ മതി. എൻ്റെ കുഞ്ഞു ബുദ്ധിയുള്ളവനാ. അതേ ബുദ്ധി എല്ലാവർക്കും വരത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. മോൻ പേടിക്കണ്ട കേട്ടോ. അകൽച്ചയാണ് ഏറ്റവും നല്ലത്. എല്ലാ ബന്ധത്തിലും ഒരു അകൽച്ച വെക്കുന്നത് നല്ലതാണ്. 8ന്റെ പണി തന്നിട്ട് പോകും, പുറകെ കൂടെ ഒക്കെ കുത്തിക്കളയും. മനസ്സിലായോ? എടാ ഉണ്ണി, ഉണ്ണി മുകുന്ദൻ. ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ എടുക്കും. എന്നാലും എനിക്കിപ്പോൾ ഈ സീനിൽ നിന്ന് പോകാൻ പറ്റും. മോന് ചായ വേണോ? എടുക്കാം. ഞങ്ങൾ 2 പേർക്ക് എടുക്കും.
എൻ്റെ അളിയ നീ എന്താടാ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എന്തോടാ നോക്കുന്നേ? നീ എന്തോടാ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തേ? ഞാൻ കള്ളൻ, പെണ്ണ് പിടിയൻ, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല അല്ലേ ഇവിടെ എന്നെ? നീ ഓഫീസിൽ വെച്ച് ഇങ്ങനൊന്നും അല്ലല്ലോ നമ്മളെടുത്ത്. നിന്റെ 7 ക്ലയൻസിനെ ഞാൻ അടിച്ചു മാറ്റിയല്ലോടാ. അന്ന് ഓഫീസിൽ ആരില്ലാത്തപ്പോൾ ഞാൻ അവരെ കൈകാര്യം ചെയ്ത് വിട്ടത്. അതെൻ്റെ മിടുക്ക്. അപ്പം ഞാൻ അടിച്ചു മാറ്റി പോലും മാറി. നിന്റെ പെണ്ണുമ്പോൾ എപ്പോഴാണ് ഞാൻ വളയ്ക്കാൻ നോക്കിയത്? നീ നാളെ ഓഫീസിലോട്ട് വാട്ടാ, ഞാൻ ശരിയാക്കി തരാൻ നിനക്ക് ഞാൻ. ഉണ്ണിമോൻ അങ്ങ് പോയോ? ചായ കുടിച്ചില്ലല്ലോ, കഷ്ടായിപ്പോയി. അമ്മ എന്തോ അമ്മ ഉണ്ണിയോട് പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല മക്കളെ. അമ്മ ഒന്നും പറഞ്ഞില്ലേ? അമ്മയോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? ഇല്ലടേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീ പറയാതെ അമ്മ എങ്ങനെയാടി കാര്യങ്ങൾ മൊത്തം അറിഞ്ഞത്? എങ്ങനെ അറിഞ്ഞത്? അത് പിന്നെ അമ്മ ഓഫീസിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് കുശലം പോലെ പറഞ്ഞതാ. നീ കുശലം പോലെ പറഞ്ഞതൊന്നുമല്ല. അമ്മ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നീ മൊത്തം കാര്യങ്ങൾ എഴുന്നള്ളിച്ചിട്ട് അറിഞ്ഞത്. അറിയാവോ നിനക്ക്? അമ്മ ഇപ്പൊ അറിഞ്ഞൂന്ന് വെച്ചിട്ട് എന്താ? എന്തോ പ്രശ്നമൊന്നും. അവൻ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ മൊത്തം ഡീറ്റെയിലും അമ്മ എഴുന്നള്ളിച്ച്. അറിയാവോ നിനക്ക്? ആര് വന്നപ്പോ? ഉണ്ണി രാവിലെ ഫയല് മേടിക്കാൻ ഇവിടെ വന്ന്. നീ അറിഞ്ഞോ? അമ്മ മൊത്തം അവനോട് പറഞ്ഞ്. അവൻ എന്നെ നോക്കിയിട്ട് ഒരുമാതിരി പുച്ഛഭാവത്തിലാണ് പോയത്. നാളെ ഞാൻ എങ്ങനെ ഓഫീസിൽ പോകും? അപ്പൊ ഞാനോ? ഇത് നീ പറഞ്ഞായിട്ടാണോ അറിഞ്ഞത്? ഇത് ഞാൻ പറഞ്ഞായിട്ടാണ് അറിഞ്ഞത്. അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ, അമ്മ അറിയാതെ പറഞ്ഞായിരിക്കും. എന്തായാലും അറിഞ്ഞല്ലോ, നാണം കെട്ടല്ലോ. എന്തായാലും ഈ എൻ്റെ ജീവിതത്തിൽ നിന്നോട് പേഴ്സണൽ ഒരു കാര്യം പറയത്തില്ല. എന്നാലും ഞാൻ നിന്നോട് ചോദിക്കുക, നമ്മൾ രണ്ടുപേരും അറിയുന്ന കാര്യം മൂന്നാമതൊരാൾ എന്തിനാ അറിയുന്നത്? അതിൻ്റെ ആവശ്യം എന്തുവാടി? അയ്യോ അങ്ങനെ അല്ലടേ, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല. നീ ഇനി ഒന്നും പറയണ്ട. നിന്നോട് ഇനി ഒരു കാര്യം ഞാൻ പറയത്തില്ല. നീ നോക്കി. എടേ സോറി എടേ, അങ്ങനെ പറയാണ്ട് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല. സോറി. എനിക്ക് പ്രോമിസ്. ഉറപ്പായിട്ടും പറയത്തില്ലല്ലോ? ഇല്ല പറയത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാടി. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് നിന്റെ അടുത്ത്. നമ്മൾ രണ്ടും അറിഞ്ഞാൽ മതി ഓരോ കാര്യങ്ങളും. ഞാൻ പറയുന്നതിന് അമ്മയല്ല ഉത്തരം പറയേണ്ടത്. സോറി. ഏതായി ടീഷർട്ട്? ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ മേടിച്ചത്. ഞാൻ കണ്ടില്ലല്ലോ ഇത്ര ലൂസ് ടീഷർട്ട് മേടിക്കുന്നത് നീ. എടി നിനക്ക് നല്ല ബോഡി ഷേപ്പൊക്കെയാ. നീ കുറച്ചുകൂടി ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് മേടിച്ചിട്ട്. ചേരുവോ? അത് ചേരത്തുള്ളൂ നിനക്ക്. ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ടൈറ്റ് ഇടുന്ന്. കുറച്ചുകൂടെ ഒക്കെ ഇതാക്കി നടക്കടി. കുറച്ച് മൂടേണോ? നീ മേടിക്കാം. ചൊല്ലുണ്ടോ? ശരി. ഞാൻ അവളോട് പറഞ്ഞാലും നമ്മെ. അവളോട് പറഞ്ഞ വെള്ളവാ ഇത്. അവളെ അവിടെ ചമ്മന്തി അരയ്ക്കുന്നു. മോനെ, ഈ ടൈറ്റ് ഡ്രസ്സ് ഇടുന്നൊന്നും അത്ര നല്ല കാര്യമല്ല. ആരോഗ്യപരമായിട്ട് ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകും. അത് മാത്രമല്ല, അത് ഇടുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. മോനത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. രക്തയോട്ടം ഭയങ്കരമായിട്ട് കുറയ്ക്കും. അവൾക്കത് ഇഷ്ടമല്ല. അവൾക്ക് ഇങ്ങനെ ലൂസായിട്ടുള്ളതാണ് ഇഷ്ടം. പിന്നെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുമല്ലയോ? ആനേ അപ്പോൾ ഈ ടൈറ്റ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ അത് ഒരുപാട് പ്രശ്നം ചെയ്യും. ഈ വയറൊക്കെ ആവുമ്പോഴേ പെണ്ണുങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ അമ്മ പറയുന്നത്? ഉദാഹരണത്തിന് മോൻ ഇടുന്ന ഷർട്ട് ഇതൊക്കെ ലൂസ് അല്ലയോ? അതല്ലയോ മോൻ്റെ കംഫർട്ട്? അല്ലാതെ ഇറുകി പിടിച്ചിരിക്കുന്നതാണോ ഇടുന്നത്? അല്ലല്ലോ. പിന്നെ മോൻ്റെ ജട്ടി, ഈ ജട്ടി നല്ല ഇറുകി പിടിച്ചിരിക്കുന്നതാണോ ഇടുന്നത്? അല്ലല്ലോ. ഇച്ചിരി ലൂസായിട്ട് മോൻ ഇഷ്ടമുള്ളതല്ലേ. അപ്പോൾ മോൻ്റെതായിട്ട് കംഫർട്ട് ഉള്ളപ്പം പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായിട്ടുള്ള കംഫർട്ടുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങ് വിചാരിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ജീവിക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ജീവിക്കാമല്ലോ. മോൻ വിഷമിക്കണ്ട കേട്ടോ. പിന്നെ അമ്മ ഇച്ചിരി നെയ്യ് കൊണ്ട് തരാം. അത് മോൻ കഴിച്ചു കഴിഞ്ഞാൽ മോൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. അവളെ വെറുതെ നിർബന്ധിക്കരുത്. അവൾക്ക് മോനോട് പറയാൻ വയ്യ. അതാ. എന്തു എൻ്റെ ജീവിതം ഇങ്ങനെ? ഇയാളെന്തിനെ നോക്കി പേടിപ്പിക്കുന്നേ? ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ തൻ്റെ മുഖത്ത് നോക്കി അമ്മ മനസ്സിലാക്കിയതാണോ? അത് പിന്നെ ഞാൻ അവിടെ ചമ്മന്തി അരച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ചോദിച്ചു എന്താ ആലോചിച്ച് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോയതാ. എടോ, ഞാൻ തന്നോട് ഇത്രയും കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഹാളിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഫുൾ ഡീറ്റെയിലുമായിട്ട് അമ്മ എൻ്റെ മുന്നിൽ ഇരുന്ന് ഇത്രയും ഡീറ്റെയിൽ എന്നോട് പറഞ്ഞല്ലോ. അത് അമ്മയല്ലേ, കുഴപ്പമില്ലല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഭാര്യ ഭർത്താവെന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാൾ അറിയരുത് അവരുടെ രഹസ്യങ്ങൾ. അവർ മാത്രമേ അറിയാവൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്ന എൻ്റെ അമ്മായിയമ്മയാണ്. അതെനിക്കിഷ്ടമല്ല. ഞാൻ അടുക്കിട്ടിരുന്ന നിക്കറിൻ്റെ അളവ് വരെ എൻ്റെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞു. എൻ്റെ തൊലി ഉരിയുക. എനിക്കിതൊന്നും പറ്റത്തില്ല.
തൊലി ഉരിയേണ്ട ആവശ്യമില്ല. അമ്മയല്ലേ, പുറത്തുനിന്ന് ആരും അല്ലല്ലോ. ഞാൻ തൊഴാം. ഇനി എൻ്റെ ജീവിതത്തിൽ തന്നോട് ഞാൻ ഒരു കാര്യം പറയത്തില്ല. നിർത്തി ലാസ്റ്റ് ആൻഡ് ഫൈനൽ. എടോ അങ്ങനൊന്നും പറയാതെ. സോറി, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല. സോറി. ഞാൻ തനിക്കൊരു ഉമ്മ തന്നു കഴിഞ്ഞാൽ അതും താൻ തൻ്റെ അമ്മയോട് പോയി പറയുമല്ലോ. ഞാൻ അതൊക്കെ പറയുവോ? എന്തുവാടോ ഇതൊക്കെ? താൻ പറയും. ഇയാളൊരു ഉമ്മ തന്നോക്ക്, അപ്പൊ പിണക്കവും തീരുമല്ലോ. തന്നോക്ക്. ചുണ്ട് ഡ്രൈ ആയിട്ടിരിക്കുമോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിബാം തേക്കണമെന്ന്. ഞാനെന്നാ നെയ്യ് തേക്കട്ടെ? നെയ്യുടെ കാര്യം വീട്ടിൽ പറയരുത് കേട്ടോ. നെയ്യുടെ പേര് ഞാൻ കുറെ അനുഭവിച്ചതാ. ഒരമ്മയും മൂടും. ലിബാം എടുത്തോണ്ട് വരട്ടെ? ഞാനും വരാം. പിള്ളേരെ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കഴിക്കാൻ വാ. സഞ്ജു മോനെ, ഈ ലിപ്സ്റ്റിക് ഇടുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല കേട്ടോ. ഈ ലിപ്സ്റ്റിക്കിനകത്ത് ഒരുപാട് മോശ കാര്യങ്ങളുണ്ട്. മക്കൾക്ക് അതൊന്നും അറിയത്തില്ലേ? മെർക്കുറിയോ ലെഡോ അതൊക്കെ ചുണ്ടി തേച്ച് കഴിഞ്ഞാൽ അവൾ മോനെ ഉമ്മ വെക്കുമ്പോഴുണ്ടല്ലോ ചുണ്ടിലത് പറ്റും. അപ്പോൾ മോനും അത് കേടാ. മനസ്സിലായോ മക്കള്? അതുകൊണ്ട് അതൊന്നും വേണ്ട. അമ്മ കുറച്ച് നെയ്യ് എടുത്ത് തരാം. ആ നെയ്യ് വാരി ചുണ്ടിൽ അങ്ങ് തേച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. മക്കൾ എന്തോ മക്കളെ, മോനതൊക്കെ മനസ്സിലാവത്തില്ലയോ? ഇത്ര വലിയ വിദ്യാഭ്യാസമുള്ള മോനല്ലയോ? കഴിക്കാൻ വന്നാട്ടെ. ഇങ്ങനെ പോയ കാര്യങ്ങൾ ശരിയാവത്തില്ല. ഈ തള്ള ഇവിടുന്ന് തുരത്തിയേ പറ്റത്തുള്ളൂ. ശുദ്ധം ദുഷ്ടൻ്റെ ബലം ചെയ്യുമെന്ന കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്ക എനിക്ക് നല്ലപോലെ അറിയാടി. ഞാൻ കാണിച്ചു തരാടി. ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം. നിന്നോട് ഇത്രയും നാളെ ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാലും പറയുക. എനിക്കൊരു 10-75 ലക്ഷം രൂപയുടെ കടമുണ്ട്. 75? അപ്പോൾ അമ്മ നമ്മുടെ കൂടെ നിൽക്കുന്നത്. പക്ഷേ ഇതാ അമ്മയോട് നീ പറയാൻ നിൽക്കണ്ട. കാരണം നിനക്കറിയാമല്ലോ, നമ്മുടെ ഹൗസിംഗ് ലോണും വണ്ടിയുടെ എക്സ്പെൻസും സിയും കാര്യങ്ങളൊക്കെ. പിന്നെ അമ്മ ഇവിടെ നിന്നോട്ടെ. അമ്മ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് ഭയങ്കര ടെൻഷൻ. എനിക്ക് മൊത്തത്തിൽ റോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എമൗണ്ട് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. നീ ഇത് അമ്മയോട് പറയല്ലേ? ഞാൻ ആരോടും പറയത്തില്ല. എനിക്ക് ഫുഡ് വല്ലതും എടുത്ത് വെക്ക്. ഇയാൾ വിഷമിക്കല്ലേ? ആരോടും പറയല്ലേ? ഇല്ല, പറയത്തില്ല. പറഞ്ഞിട്ടുണ്ടാക്കണ്ടെങ്കിൽ വാ. അയ്യ, ഇത് തെറ്റാവും. സഞ്ജു മോനെ. എന്തോ അമ്മേ? അമ്മ പോവാ മോനെ. അമ്മ എന്തിനാ ഇത്ര പെട്ടെന്ന് പോകുന്നേ? ഒന്നുമല്ല മക്കളെ, അച്ഛൻ വിളിച്ചായിരുന്നു. അപ്പോൾ അമ്മ അങ്ങ് പോവാമെന്ന് വിചാരിച്ചു. പിന്നെ മക്കളെ, കടങ്ങളൊക്കെ ഉണ്ട്. ആരും പറഞ്ഞില്ല, ഉണ്ടാവും. ഭാവിയിലും ഉണ്ടാവുമല്ലോ. 70-75 കടം ഉണ്ടാവും. അതൊക്കെ കുഞ്ഞിന് ഒറ്റയ്ക്ക് വീട്ടാൻ പറ്റും. എൻ്റെ കുഞ്ഞ് വേറൊന്നും ചിന്തിക്കരുത്. ചിലവൊക്കെ സൂക്ഷിച്ച് വേണം ചിലവാക്കാൻ. ഒരു കണക്കും കാര്യങ്ങളും ഒക്കെ വേണം. അമ്മ പോട്ടെ. ഒന്നും മോന് റോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലയോ? അമ്മയോട് ആരും ഒന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് ഒട്ടും അറിയത്തുമില്ല. അമ്മ ചുമ്മാ അങ്ങ് പറഞ്ഞതാണേ. കുഞ്ഞിനൊന്നും റോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലയോ? വിഷമിക്കണ്ട. ഈ ബുദ്ധിമുട്ടൊക്കെ ഇന്നും നാളെ അങ്ങ് തീരും. ഭാവിയിലേ ഉണ്ടാവുകയാണെങ്കിൽ. അമ്മ നിന്ന് ചിലവ് കൂട്ടുന്നില്ല. അമ്മയോട് ആരും ഒന്നും പറഞ്ഞില്ല കേട്ടോ. അമ്മ അങ്ങ് പോട്ടെ. കൃത്യമായിട്ടൊരു കണക്കും കാര്യങ്ങളും ഒക്കെ വേണം. ഈ പൈസയൊക്കെ ഈ കൃത്യമായിട്ടൊന്ന് നോക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ അവളെവിടോ ആരോടെങ്കിലും പറഞ്ഞാൽ നന്നായിരിക്കും. വിഷമിക്കണ്ട.
പോയിട്ട് വരാവേ. അച്ഛനെ അവിടെ നോക്കി പോട്ടെ, എന്നോട് പറഞ്ഞേക്കണേ. ഞാനൊന്നും പറഞ്ഞില്ല. അമ്മ ഇല്ലാത്തതുകൊണ്ട് എന്തുപോലെ അല്ലേ? 2 ആഴ്ചയായിട്ട് വീട്ടിലൊരു അനക്കം ഇല്ലാത്ത പോലെ. ചെയ്യണം. നമുക്ക് വൈകുന്നേരം സിനിമയ്ക്ക് പോയാലോ? ആ പോവാം. എന്നാ വാ. മക്കളെ സൗണ്ട് അമ്മയുടെ തന്നെ. മക്കളെ, അയ്യോ ദേ അമ്മ. അമ്മ വന്നടാ, അമ്മ വന്നു. അമ്മ ഇനി എങ്ങോട്ടും പോകുന്നില്ല. ജീവിതകാലം മൊത്തം എൻ്റെ 2 മക്കളുടെയും കൂടെ കാണും. സഞ്ജുമോനെ, മോന് സന്തോഷമായോ? പോയ വഴിക്ക് കയറിയതാന്ന് അമ്മേ. അല്ലടാ, അമ്മ ഇവിടെ നിൽക്കാൻ വന്നതാ. മക്കൾക്ക് ഒരുപാട് കടവാന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ അറിഞ്ഞു. ഞാൻ അന്ന് ചുമ്മാ പറഞ്ഞതാ. എൻ്റെ പൊന്നുമോൻ അങ്ങ് വിശ്വസിച്ചല്ലയോ. അതുകൊണ്ട് തന്നെ അമ്മ സെന്റിന് 5 ലക്ഷം രൂപ പറഞ്ഞ റോഡ് സൈഡിലെ 75 സെന്റ് സ്ഥലം 1.5 ലക്ഷം രൂപയ്ക്ക് അങ്ങ് വിറ്റു. എൻ്റെ മോക്ക് അവകാശപ്പെട്ടതാ. ഭാവിയിൽ കോടിക്കണക്കിന് രൂപ കിട്ടേണ്ടതാ. പോട്ടെ, എന്തിനാ? എൻ്റെ കുഞ്ഞിന് കടം തീരട്ടെ. അത് മോൻ അക്കൗണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. മോൾ ഒന്നും പേടിക്കണ്ട. മോൻ കടം തീർക്ക്, അതാ നല്ലത്. പണമൊക്കെ വെച്ചോണ്ട് എത്ര നാള് നിൽക്കും? എല്ലാം ഇവക്കുള്ളതല്ലേ. അപ്പൊ ഇവിടെ ആവശ്യം നടക്കട്ടെ. വീട് വിറ്റപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോയി. അച്ഛനെങ്ങും പോയില്ല, അച്ഛനും ഉണ്ട്. അച്ഛൻ ഇനി ഇവിടെ നിൽക്കുന്നത്. ചേട്ടാ, മൂരിയേട്ടാ. മക്കളെ, അച്ഛാ, വീട്ടിലത്തെ ചെടിക്കാതാ നോക്കി തുപ്പുന്നേ. വെളിയിലത്തെ ചെടി തുപ്പിയാ പോരായിരുന്നോ? വെളിയിലൊക്കെ തുപ്പം പറ്റി അകത്ത് വന്നപ്പോൾ ഇരിക്കും ചെടിച്ചട്ടി. ചെടിച്ചട്ടി അല്ലയോ കുപ്പി. അതങ്ങ് വളർന്നോളും മക്കളെ. മോളെ, ഇനി ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട. എല്ലാം ഈ അച്ഛൻ ഏറ്റു. ഇനി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അച്ഛൻ നമുക്ക് നടത്തിക്കോളാം കേട്ടോ. അല്ലേ? അത് തന്നെ. പിന്നെ മോൻ ഇനി പണിയെടുക്കുക, കാശ് അച്ഛനെ ഏൽപ്പിക്കുക. അച്ഛൻ ചിലവാക്കിക്കോളാം. പണത്തിനെല്ലാം ഒരു കണക്ക് വേണം. അതെ, ഇനി എല്ലാത്തിനും ഒരു കണക്ക് വേണം. അത് മാത്രമല്ല, ഈ വീട്ടിലൊരു കാലെടുത്ത് ഒറ്റപ്പെടുന്ന ശ്രദ്ധിച്ചൊരു കാര്യം, കഞ്ഞിമൂല എവിടെ? എന്തോ ചെയ്യാൻ പോകും? ഈ വീടിന് ഒന്നേനെല്ലാം മാറ്റി പൊളിച്ചു തുടങ്ങണം. അടുക്കള പൊളിക്കണം, കിണർ മൂടണം, സ്ഥാനത്തല്ല, എല്ലാം ഒന്നേന്ന് തുടങ്ങണം. ബ്രഹ്മസൂത്രം ഈ വീടിന് ശരിയല്ല. അതുകൊണ്ടാ ചേട്ടാ കടം മൊത്തം കുഞ്ഞുങ്ങൾക്ക്. ആണോ? അതുകൊണ്ട് പേടിക്കണ്ട, അറ്റാച്ചനുണ്ട്. മോളെ ഇനിയും തൊട്ട് നിങ്ങൾ ആരും പട്ടിണി കിടക്കണ്ട. ഡയറ്റും വേണ്ട, ഒന്നും വേണ്ട. ഇനിയും തൊട്ട് മട്ടനും ചിക്കനും ബീഫും മീനും എല്ലാം അമ്മ ഉണ്ടാക്കി തരും. പോ അങ്ങോട്ട്. മോനെ, സഞ്ജു മോനെ, സന്തോഷായല്ലോ. കണ്ടുകൊണ്ടിരിക്കുക മട്ടൻ മേടിക്കാം, മട്ടൻ. അപ്പൊ ഇനി സിനിമയ്ക്ക് പോകണ്ട കേട്ടോ.